അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളിലെ കുട്ടികളായാലും പാരൻസ് ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികളെ ചേർക്കാൻ വരുമ്പോഴായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ഒരു ഫീൽഡിന് എത്രത്തോളം ഭാവി ഉണ്ട് എന്നുള്ളത്. അതായത് മൊബൈൽ ഫോൺ റിപ്പയറിംഗ് അല്ലെങ്കിൽ റീ എഞ്ചിനീയറിംഗ് ഫീൽഡിന് എത്രത്തോളം ഭാവി ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടൊരു മനസ്സിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ. അത് ഏത് ഫീൽഡിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അവർക്ക് ശരിക്കും നമ്മുടെ ഇന്ത്യയിൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളുടെ കണക്കറിയാത്തതുകൊണ്ടാണ്. നമ്മുടെ ഇന്ത്യയുടെ കണക്ക് പ്രകാരം, ട്രായുടെ റിപ്പോർട്ട് പ്രകാരം പറയുകയാണെങ്കിൽ 1057.66 മില്യൺസ് ഓഫ് ആളുകൾ എന്തുപയോഗിക്കുന്നുണ്ട്, ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അത്രയും ആളുകൾ ഫോൺ ഉപയോഗിക്കുന്നതോടെ തന്നെ നമുക്ക് അത്രയും തോന്നെ എന്ത് വരാനുള്ള ചാൻസും ഉണ്ട്, ഫോണുകൾ സർവീസിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോ ഇന്ത്യയുടെ ഒരു കണക്കായിരിക്കുമല്ലോ ഈ പറഞ്ഞിട്ടുണ്ടാവും. അതെ, ഇന്ത്യയിൽ മാത്രം കണക്ക് പ്രകാരമാണ്. ഇനി ഇതിനെക്കാട്ടും നമ്മുടെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് ഫസ്റ്റ് എന്ന് പറയാം. അതിന് തൊട്ട് താഴെ എന്ത് ചെയ്യുന്നുണ്ട്, ചൈന ഇതിലും കൂടുതൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഫോണുകൾ ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും വേൾഡ് വൈഡ് ഈ ടെലികോം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ബാക്കി ഏത് ഇൻഡസ്ട്രി വെച്ച് കമ്പയർ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളുടെ കണക്കല്ലേ, ഇതേപോലെ തന്നെ ഉപയോഗിക്കാത്ത ആളുകളുടെ ഒരു കണക്കും കൂടെ ഇതിനകത്ത് ഉണ്ടാവില്ല. ഭാവിയിൽ ഇതിലേക്ക് എന്താവും. മൊബൈൽ ഫോൺ എന്നത് ഒരു ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ആണ്. നമ്മുടെ സാധാരണഗതിയിലുള്ള ഒരു ഫ്രിഡ്ജ് ആയിക്കോട്ടെ, വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു സ്ഥലത്ത് സ്റ്റേഷനറി ആയിട്ട് വെക്കുന്ന ഒരു ഡിവൈസ് ആണ്. അപ്പോൾ അതിന്റെ കംപ്ലൈന്റ് റേഷ്യോ വളരെ കുറവായിരിക്കും. ഇത് കൊണ്ട് നടക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അശ്രദ്ധ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്കും ഉണ്ടാവാം. പലപ്പോഴും കയ്യിൽ നിന്ന് താഴെ വീഴാനും അത് ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന മേഖല ഒരിക്കലും ഒരു മൊബൈൽ ഫോൺ, ഇപ്പോഴും പല ടെക്നോളജികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും മൊബൈൽ ഫോൺ താഴെ വിടരുത്. ഈവൻ നമ്മൾ ഈ ഇരിക്കുന്ന 4 ആൾക്കാരുടെ കേസിൽ നോക്കിയാൽ നമ്മളെ പോലുള്ള ആളുകളാണെങ്കിൽ എനിക്ക് തോന്നി എന്റെ ഒരു 4-5 പ്രാവശ്യം ഞാൻ റിപ്പയറിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മള് മാറ്റി വാങ്ങാന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് എന്ത് പറയുന്നത്, നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ കേടായാലും നമുക്ക് എന്ത് ചെയ്യാം, അതിന് പകരം വേറെ സൊല്യൂഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ടി വി കേടായാൽ നമുക്ക് കുറച്ച് ദിവസം ടി വി കാണാതിരിക്കും. കാരണം എന്താണ്, നമ്മുടെ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മിക്സി കാണാൻ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യാം, അതിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. പക്ഷേ ഇനിയിപ്പോൾ നമ്മളൊരു പുറത്ത് പോയിട്ട് ഒരു ചായ കുടിക്കണമെങ്കിൽ അതിലേക്ക് അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് ഗൂഗിൾ പേ അത്യാവശ്യം. ഇപ്പൊ ഗൂഗിൾ പേ ആണ് എല്ലാവരും ചെയ്യുന്നത്, കയ്യിൽ ക്യാഷ് വെക്കുന്നത് വളരെ കുറവാണ്. അപ്പൊ നമുക്ക് അതിന് എന്ത് വേണം, മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോൺ പറ്റാത്ത ഒരു കാര്യമാണ്. മൊബൈൽ ഫോൺ ഇല്ലാത്ത രീതിയിലേക്ക് ഇനിയിപ്പോ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ എന്നത് ക്വസ്റ്റ്യൻ മാർക്ക് പോലെ കിടക്കുന്ന ഒരു കേസാണ്. കാരണം അത്രയാണ്. ഒരു രാത്രി എനിക്ക് തോന്നുന്നില്ല, ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ, എൻ്റെ ഒരു മൊബൈൽ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട പോലെ ചില സമയത്തേക്കൊക്കെ തോന്നാറുള്ളത്. ആ രീതിയിലേക്കുള്ള ഒരു സാധനമായിട്ട് മനുഷ്യൻ്റെ കേസിനകത്ത് ഇപ്പോൾ ഫോൺ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോണിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് നന്നാക്കാൻ വേണ്ടി പറ്റുമോ. ഈവൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയി, ഞാനൊന്ന് കണ്ണ് ചിമ്മും, അമ്മയാണ് അടക്കുന്നത്, കുഴപ്പമില്ല, തൽക്കാലം അവൻ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യും, ഒന്ന് ചിന്തിക്കും. പക്ഷേ ആരുടെങ്കിലും ഒരു മൊബൈൽ ഫോൺ കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അത് പെട്ടെന്ന് തന്നെ നന്നാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഇനി എനിക്ക് അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷൻസിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പൊതുവെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ റിപ്പയർ ചെയ്യുന്ന സമയത്തും ഞാൻ ഫീൽ ചെയ്ത ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഡിസ്പ്ലേ മാറാനായിട്ട് ഒരാൾ വന്നാൽ ആൾക്ക് എന്ത് ചെയ്യണം, 1 മണിക്കൂർ കൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, റിപ്പയർ ചെയ്ത് കൊടുക്കണം. പക്ഷെ നമുക്കറിയാം 1 മണിക്കൂർ കൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം, ചെയ്ത് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ ചെയ്ത് കൊടുത്തിട്ട് ആ കാണുന്ന ഒരു അഡിസീവ് അത് ഉണങ്ങി കിട്ടാൻ ഏകദേശം നമുക്കൊരു 24-48 മണിക്കൂറൊക്കെ വേണം. പക്ഷെ ഇവർ ഈ കാണുന്ന ഫോൺ വാങ്ങിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് സെല്ലോ ടിപ്പും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടോ. നമ്മൾ പറയും ഈ കാണുന്നത് ഒരു 2 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യണം, ഇതിലിടണം. കാരണം അവർ അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അടുത്ത് പ്രഷർ തരും. 1 മണിക്കൂർ കൊണ്ട് ചെയ്തു തരാൻ പറ്റില്ലേ, അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പൊ അവരെന്ത് നമ്മുടെ ഇന്ത്യ ഇപ്പൊ ഡിജിറ്റൽ ഇന്ത്യയാണ്. അപ്പം അത് ഒരു യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, ഒരു പ്രായമുള്ള ആൾക്കാർക്ക് അവർക്ക് പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അതിന്റെ OTP വേണം. അതിന്റെ പല ആവശ്യങ്ങൾക്കും അവർ ഫോൺ യൂസ് ചെയ്യാൻ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൂടാതെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺ വരുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ചോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പല ഡിവൈസുകളുണ്ട്. ആ ഡിവൈസിനൊക്കെ സ്ക്രൂസ് കാണാൻ വേണ്ടി പറ്റും. മൊബൈൽ ഫോൺ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ സാധാരണ ഒരു ടെക്നിക്കൽ പേഴ്സൺ അല്ലാതെ വേറെ ആൾക്കും ആ കാണുന്ന ഫോൺ എവിടുന്ന് അടിച്ചു തുടങ്ങണം എന്ന് പോലും അറിയാത്ത രീതിയിലേക്കുള്ള ഒരു പാക്കേജിങ് സിസ്റ്റത്തിലേക്ക് പോയതുകൊണ്ട് തന്നെ ലോകമെമ്പാട് ഇപ്പോൾ റൈറ്റ് ടു റിപ്പയർ എന്ന രീതിയിലേക്കുള്ള ഒരു
പ്രൊട്ടസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അതായത് അവർ വാങ്ങുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അവർക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ആ ലെവലിലേക്കുള്ള ഡെവലപ്മെന്റ്സ് ആയിരിക്കണം കമ്പനികൾ, മാനുഫാക്ചറിങ് കമ്പനികൾ വരുത്തേണ്ടത് എന്ന രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നിദാനം വരുന്നത് ഈ കാണുന്ന ഡിവൈസ് നന്നാക്കുക എന്നത് മാത്രമാണ് സൊല്യൂഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിൽ ശരിക്കും ഈ ഒരു വലിയൊരു വീഡിയോയിലൊന്നും ഒരു പ്രസക്തിയേ ഇല്ലാത്തൊരു കേസാണ്. കാരണം അത്രയും നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ടുള്ളൊരു സ്കോപ്പാണ്. പിന്നെ ഇപ്പോൾ AI ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്ന സമയത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുമോ എന്നൊരു ചോദ്യം വരുന്ന സമയത്തേക്കാണ് ഇത് യഥാർത്ഥത്തിൽ ഓരോരോ സിംറ്റം വരുന്ന സമയത്തേക്കും ഓരോരോ സൊല്യൂഷൻസ് ആണ്. നമുക്കൊരു പ്രോഗ്രാം ചെയ്തിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് നമുക്ക് ഇപ്പോഴും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേയധികം പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിയർ ഫ്യൂച്ചറിലൊന്നും AI പോലും ഈ ഒരു മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ഇൻഡസ്ട്രീനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത ഒരു ലെവലിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ മൊബൈൽ. അതെ അതെ തീർച്ചയായും. നമ്മൾ മുമ്പൊക്കെ പറയാറുണ്ട് കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത് എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്ന് കുട്ടികൾക്ക് ഫോൺ കൊടുത്തേ പറ്റും എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ പഠന നിലവാരമൊക്കെ എന്തായി മാറി. അതായത് ഓൺലൈൻ ക്ലാസ്സുകളായി, അവർക്ക് പഠിക്കാനുള്ള കണ്ടന്റുകളൊക്കെ ഫോണുകളിലേക്ക് വന്നു, ആപ്പുകളായി. ഈ രീതിയിലൊക്കെ കുട്ടികളുടെ കയ്യിൽ നിന്ന് എന്താകുന്നുണ്ട് ഒരുപാട് റിപ്പയറിങ്ങിന് അനുകൂലമാകുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല. അവരുടെ കയ്യിൽ പെട്ടെന്ന് ഒരുപക്ഷെ വെള്ളത്തിൽ വീഴാം, നിലത്ത് വീഴാം. അപ്പം ഈ ഒരു ഫീൽഡിലെ റിപ്പയറിങ്ങിൽ ഇനിയൊരു സ്കോപ്പ് എന്നുള്ളത് ഈ അടുത്ത കാലത്തൊന്നും നിൽക്കാത്തൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കേണ്ട ഒരു കാര്യമേ അല്ല. എപ്പോഴും ആർക്കൊരു ജോലി എന്നുള്ളത് എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മുടെ റിപ്പയറിംഗ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന പാരൻസ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ നമുക്ക് ധൈര്യത്തോടുകൂടി പറയാൻ വേണ്ടി പറ്റും ഈ കാണുന്ന മേഖല. ഇവൻ ഞാൻ ഈ കാണുന്ന മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 10 വർഷമായി. അപ്പോൾ ആദ്യം ഞാൻ വരുന്ന സമയത്തേക്ക് മൊബൈൽ ഫോണിൻ്റെ അകത്ത് ഈ പറഞ്ഞതിലേക്കുള്ള ഡിസ്പ്ലേ ഒന്നും ആയിരുന്നില്ല. സാധാരണ കീപാഡ് ഹാൻഡ്സെറ്റുകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ വന്നതാണ്. ആ കാലഘട്ടത്തിലേ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് അങ്ങോട്ടേക്ക് ഉണ്ടാകുമോ, ഒരു യൂസ് ആൻഡ് ത്രോ എന്നൊരു സിറ്റുവേഷനിലേക്ക് ഫോൺ മാറില്ല എന്ന രീതിയിലുള്ള സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഇന്ന് തോന്നുന്നുണ്ടോ ഒരു മൊബൈൽ ഫോൺ ഒരു യൂസ് ആൻഡ് ത്രോ എന്ന ലെവലിലേക്ക് ഈവൻ ഒരാളുടെ പേഴ്സണലായിട്ട് അത്രയും ഡാറ്റാസ് ഈവൻ കംപ്ലൈന്റ് ആയാൽ പോലും ഈ കാണുന്ന സാധനം ത്രോ ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കാണ്. നമ്മുടെ വീടുകളിലെ നമ്പർ പോലും നമുക്ക് ഇത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തായാലും ഈ മേഖലയുടെ സ്കോപ്പിനെ കുറിച്ച് നമ്മൾ ശരിക്കും അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ശരിക്കും ഇല്ലാത്തൊരു കേസാണ് ഇങ്ങനൊരു ചർച്ച നമുക്ക് തോന്നുന്നത്.